ആദാബ്. ഇന്ന് നമുക്ക് മിർസ അസദുല്ലാ ഖാൻ ഗാലിബിന്റെ ഒരു ഗസൽ നോക്കാം. ദിൽഹി തൊഹെ നസംഗ് ഖിഷ്ത് എന്ന് തുടങ്ങുന്ന ഗസൽ. ആദ്യം നമുക്ക് മിർസ ഗാലിബിനെ ഒന്ന് പരിചയപ്പെടാം. मिर्जा असदुल्ला बेग खान गालिब का शुमार उर्दू और फारसी के बुलंद पाया शायरों में होता है. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ആരും കേട്ടിട്ടുണ്ടാകും, അറിയുന്നുണ്ടാകും. അദ്ദേഹം उर्दू और फारसी दोनों जबानों के एक बहुत बड़े शायर थे, अच्छे शायर थे. बुलंद पाया मीൻസ് ആല ദർജയ്ക്ക് अच्छे, ഉയർന്ന സ്ഥാനത്തുള്ള എന്നർത്ഥം. उन्होंने नए नए मौज़ूआत, फ़लसफ़ियाना ख़यालात, मिज़ाहिया अनासिर, नए नए अफ़कार, तशबीह व इस्तिआरा, तल्मीह वगैरह के ज़रिए उर्दू शायरी को बुलंद दर्जे तक पहुंचा दिया. അപ്പൊ അദ്ദേഹം പുതിയ പുതിയ നയ നയ മൗസുവാത്ത്, പുതിയ വിഷയങ്ങള്, ഫൽസഫിയാന ഖയാലാത്ത്, ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകൾ, മിസാഹി അനാസിർ, ഫൈദങ്ങള്, തമാശകള്, നയ നയ അഫ്കാർ, പുതിയ ചിന്തകള്, അപ്പോ തഷ്ബീഹു ഇസ്തിയാറ, ഉപമകളും വർണ്ണനകളും ഒക്കെ, അതുപോലെ തന്നെ തൽമേഹ്, ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വെളിച്ചം വീശുന്ന ചില പേരുകള്, ചില കാര്യങ്ങള്. ഉദാഹരണം ഇബ്നു മറിയം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഓർമ്മ വരും. അപ്പൊ അതുപോലെ തന്നെ കൂഹത്തൂർ, തൂർസീന പഹാഡുമായിട്ട് ബന്ധപ്പെട്ട മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവ വികാസങ്ങള്, അതുപോലെയുള്ള സംഭവങ്ങൾ. ഇപ്പൊ ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ മാഹ കന്നാൻ, ഷാഹ കന്നാൻ എന്നൊക്കെ പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ യൂസുഫ് സുലൈഖ എന്ന് പറയുമ്പോഴേക്ക്, അങ്ങനെയുള്ള സംഭവ വികാസങ്ങളിലേക്കോ, നമുക്ക് ആ ചരിത്ര സംഭവ വികാസങ്ങളിലേക്കോ മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്കോ നമുക്ക് വെളിച്ചം പോകുന്നതിനാണ് यानी किसी तारीखी या तारीखी या मजहबी वाकयात की तरफ इशारा देने वाले अल्फाज, लफ्ज़ अल्फाज, उसको तलमीह कहते हैं. अब ഇങ്ങനെയുള്ള के जरिए ഉറുദു ഷായരിക്കോ ബുലന്ദ് ദർജത്തിൽ പਹੁഞ്ചാ ദിയ. അപ്പൊ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിലൂടെ ഉപയോഗിച്ച് അതിലൂടെ അദ്ദേഹം ഉറുദു ഷായരിക്ക് ഒരു ഉയർന്ന പദവി നൽകിയുള്ള ആളാണ് മിർസ असदुल्ला खान गालिब എന്നുള്ളത്. आप दिसंबर 1797 ईस्वी में आगरा में पैदा हुई. ചോദിച്ചേക്കാം, മിർസ ഗാലിബ് की पैदाइश कब और कहाँ हुई? അപ്പൊ 1797 ആഗ്രയിലാണ് അദ്ദേഹം ജനിച്ചത്. ബച്പൻ में ही वालिद इंतकाल कर गए. उनकी परवरिश, അപ്പൊ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഉൻകി പർവരിഷ് ഉൻകി ചച്ച മിർസ അൻസാറുള്ള ബേഗിനെ കി. അപ്പൊ അദ്ദേഹത്തിന്റെ ചച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ പർവരിഷ്, പരിപാലനങ്ങളും കാര്യങ്ങളും നടത്തിയിരുന്നത്. ലേക്കിൻ 8 साल की उम्र में उनकी वफात हो गई. പക്ഷെ 8-ാം വയസ്സിൽ അദ്ദേഹവും, ഗാലിബിന് 8-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ എളാപ്പയും മരണപ്പെട്ടു. 13 साल की उम्र में उनकी शादी उमराव बेगम से हुई. അപ്പൊ അന്നത്തെ കാലത്ത് ശൈശ വിവാഹവും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സ്വാഭാവികമാണ്. അന്ന് 13-ാം വയസ്സിലാണ് അദ്ദേഹം ഉംറാവ് ബീഗവുമായിട്ട് ഉള്ള വിവാഹം നടക്കുന്നത്. शादी के बाद उन्होंने अपने आबाई वतन छोड़कर दहली में सुकूनत इख्तियार कर ली. അപ്പൊ അദ്ദേഹം വിവാഹത്തിന് ശേഷം അദ്ദേഹം സ്വന്തം നാട് വിട്ട് അദ്ദേഹം ഡൽഹിയിലായിരുന്നു പിന്നീട് താമസിച്ചിരുന്നത്. മാലി പരേഷാനിയോं से मजबूर होकर गालिब ने किला की मुलाजिमत इख्तियार कर ली. അപ്പോ മാലി പരേഷാനിയ, അപ്പോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിട്ട് അദ്ദേഹം ചെയ്തു ഗാലിബിനെ ഖിലാക്കി മുലാസിമത്ത്, ഖില എന്ന് പറഞ്ഞാൽ ലാൽ ഖിലയ്ക്ക് മുലാസിമത്ത് ബി ഉन्होंने ഇഖ്തിയാർ कर ली. അപ്പൊ അദ്ദേഹം ചെങ്കോട്ടയിൽ പോലും ജോലി ചെയ്യാൻ തയ്യാറായി. ചെങ്കോട്ടയിലെ ജോലി മോശമായിട്ടല്ല, പകരം എന്ന് വെച്ചാല് ഒരു ഗാലിബിനെ പോലെയുള്ള വ്യക്തിത്വം ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ, ഒരു രാജാവിന്റെ കീഴിലോ മറ്റോ നിന്നുകൊണ്ട് അവർക്ക് സ്തുതിഗീതങ്ങളോ പാടിക്കൊണ്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് അദ്ദേഹത്തിന് മനസ്സില്ലാതിരുന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അദ്ദേഹം लाल किले की जो नौकरी थी वो भी कबूल करने के लिए तैयार हो गए. 1850 ईस्वी में बहादुर शाह जफर ने मिर्जा गालिब को निज़्मुद्दौला, कबीरुल मुल्क, निज़ाम जंग के खिताब देकर तैमूरी खानदान की तारीख लिखने पर मामूर कर दिया. അപ്പൊ അദ്ദേഹത്തെ ബഹാദുർ ഷാ സഫർ മിർസ ഗാലിബിന് എന്ത് ചെയ്തു, നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ്
അപ്പൊ ഈ രൂപത്തിലുള്ള ഖിതാബുകളൊക്കെ നൽകിയിട്ട് സ്ഥാനപ്പേരുകൾ. അപ്പൊ ഈ ഖിതാബ് എന്ന് പറഞ്ഞാൽ കിസി രാജാക്ക് तरफ से या इदारे की तरफ से लोगों को दी जाने वाले നാം. അപ്പൊ അങ്ങനെയുള്ള പേരുകളാണ് ഇത്. പത്മശ്രീ പത്മഭൂഷൺ എന്നൊക്കെ പറയില്ല നമ്മൾ. ആ രൂപത്തില് ഇതാണ് അദ്ദേഹം അന്ന് രാജാവിന് നൽകിയതാണ് അദ്ദേഹം നജിമുദ്ദൗള ദബീറുൽ മുൽക്ക് നിസാം ജംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഖിതാബ് ദേക്കർ തൈമൂരി ഖാൻദാൻ की खिताब तारीख लिखने के लिए मामूर कर दिया गया. തിമൂർ അവരുടെ വംശത്തിന്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെയാണ് നിയമിച്ചത്, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഗാലിബ് की ज़ाती जिंदगी तलखियों और महरूमियों से गुजरी. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. തെർബി ഉൻക അന്താസ് ഫിക്ർ ഖുനൂത്തി നഹി. പക്ഷെ നിരാശാബോധം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. മിസാൽ के तौर पर चंद अशार मुलाहिजा हो. ഏതാനും വരികൾ കൊടുത്തിരിക്കുകയാണ്. ഖൈദ ഹയാത്ത് വ ബന്ദ് ഗം അസ്ർ में दोनों एक है. മൗത്ത് से पहले आदमी गम से निजात पाए क्यों. അപ്പൊ അദ്ദേഹം പറയാണ് ഖൈദ ഹയാത്ത് വ ബന്ദ് ഗം. അപ്പം നമ്മുടെ ഈ ജീവിതത്തിന്റെ ബന്ധനങ്ങളും നമുക്ക് പിന്നീട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൂടെ പറയുന്നില്ല. ഇബ്നു മറിയം ഹുവ കരേ കോയി മേരെ ദുഃഖ് കി ദവാ കരേ കോയി. അപ്പൊ ഇബ്നു മറിയം എന്ന് വെച്ചാൽ പറഞ്ഞു ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹത്തിന് വല്ലതും ചെയ്യാൻ സാധിക്കുമോ? മേരെ ദുഃഖ് കി ദവാ കരേ കോയി, എന്റെ ദുഃഖങ്ങളുടെ വേദനകളുടെ ആ പ്രയാസങ്ങളെ അതിന് വല്ല പ്രതിവിധിയും നൽകുവാൻ, ദവ മരുന്ന് നൽകാൻ, പ്രതിവിധി നൽകുവാൻ ആകുമോ എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ ചെറിയ സംഭവമാണ് ഇത്. കരേ കോയി എന്നുള്ളത് നമ്മളുടെ റദീഫായി വരുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഓരോ ഷീറിലും. അപ്പോ അതിനു മുന്നുള്ള ഹുവാ ദവ എന്നുള്ളത് അതിന്റെ കാഫിയാണ്. കഴിച്ച പിന്നെന്താണുള്ളത് ഇബ്നു മറിയം. ഇബ്നു മറിയം എന്നുള്ള എന്താണ് തൽമീഹ. തൽമീഹ എന്ന് പറഞ്ഞാൽ ചരിത്ര സംഭവങ്ങളിലേക്ക് മസബി വാഖഅത്ത് തറഫ് ഷാരാദാനി വാലെ അൽഫാസ് എന്ന് പറഞ്ഞു നേരത്തെ. അപ്പൊ ഈ ഇബ്നു മറിയം എന്ന് പറയുമ്പോൾ ഈ ഇബ്നുവിന്റെ മകൻ ഉദ്ദേശിച്ചാൽ ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? ഒന്ന്, ജന്മന അന്ധന്മാരായിട്ടുള്ള അതുപോലെ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളുടെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ ജന്മന അന്ധത ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് കാഴ്ച തിരിച്ചു നൽകുക എന്നുള്ളത്, കുഷ്ഠരോഗികളുടെ കുഷ്ഠ മാറ്റി കൊടുക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു? പടച്ചവൻ നൽകിയിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇബ്നു മറിയം ഹുവാ കരേ കോയി, ആർക്കെങ്കിലും ഇബ്നു മറിയം ആവാൻ സാധിക്കുമോ എന്ന് വെച്ചാല് മേരെ ദുഃഖ് കീ ദവാ കരേ കോയി, അങ്ങനെ എന്റെ ദുഃഖങ്ങൾക്ക് ഒരു പ്രതിവിധിയാകാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇവിടെ എന്റെ ഈ ദുഃഖങ്ങള്, പ്രയാസങ്ങള്, സങ്കടങ്ങള് ഇതിന് പ്രതിവിധിയേകുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല. അത്രമാത്രം ദുഃഖങ്ങളും കഥനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോ ഈ ഇത്രയും ദുഃഖങ്ങള്, പ്രയാസങ്ങള്, സങ്കടങ്ങള് ഇതിനൊരു പ്രതിവിധിയേകുവാൻ ഒരു ഇബ്നു മറിയത്തിന് തന്നെ ആവശ്യമുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ഇബ്നു മറിയം ആകുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്നാണ്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ അദ്ദേഹത്തിന്റെ വേദനകളെ അത്രയും പർവ്വതീകരിച്ചു അദ്ദേഹം. അതോടൊപ്പം തന്നെ എന്താണ് ഇബ്നു മറിയമിനെ പോലെയുള്ള ഒരാളുടെ തന്നെ വേണം എന്റെ ഈ ദുഃഖങ്ങളെ സുഖപ്പെടുത്തുവാൻ എന്ന്. ഇനി നോക്കാം. उनका कमाल ये है कि वो जिंदगी के हकाइक और इंसानी नफ्सियात को गहराई से समझते थे. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹം മനുഷ്യന്റെ സൈക്കോളജി, അതിനെ മനഃശാസ്ത്രം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ उसको वो गहराई से समझते भी जानते थे. वो बड़ी सादगी से आम लोगों के लिए बयान कर देते थे. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന്. गालिब जिस पुरआशूब दौर में पैदा हुए उनमें उन्होंने मुगलिया सल्तनत की बर्बादी को और उनकी जगह अंग्रेज कौम को मुल्क के इक़्तिदार पर छाते हुए देखा. അപ്പൊ അദ്ദേഹം ഗാലിബ് ജിസ്പുർ ആഷൂബ് ദൗർമേ, പുർ ആഷൂബ് എന്ന് പറഞ്ഞാൽ അത്രയും എന്ന് വെച്ചാല് കണ്ണുനീരൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ അത്രയും പ്രയാസപ്പെടുത്തുന്ന, ആരെയും എന്ന് വെച്ചാൽ വ്യാകുലപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, പുർ ആഷൂബ് കണ്ണുനീര് നിറപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം ജനിച്ചത്, വളർന്നത്. ഉസ്മെ ഉन्होंने മുഗളിയ സൽത്തനത്ത് की बर्बादी को, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുഗൾ സൽത്തനത്തിന്റെ, മുഗൾ സാമ്രാജ്യത്തിന്റെ അധപതനം, ബർബാദി,
और उनकी जगह അതിന് പകരമായിട്ട് अंग्रेज कौम को ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട് कौम को मुल्क के इख्तिदार पर छाते हुए देखा ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ എന്നുവെച്ചാൽ ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചടക്കിയതും അങ്ങനെ ഈ രാജ്യത്തിന് അധികാരം മേൽക്കോയ്മ സ്ഥാപിച്ചതൊക്കെ ഇതിന് എല്ലാത്തിനും അദ്ദേഹം ദൃസാക്ഷിയായി എന്ന്. ഷൂഖി വ സറാഫത്ത് ഗാലിബ് की शख्सियत का खासा है. അദ്ദേഹം ഷൂഖി സറാഫ് എന്ന് പറഞ്ഞ ഫലിതം തമാശ ഇതൊക്കെ എന്ന് വെച്ചാൽ ഗാലിബിന്റെ വ്യക്തിത്വത്തിൽ തന്നെ അരിഞ്ഞു ചേർന്നതാണ് ഉള്ളതാണ്. അമലി ജിന്ദഗി മേ വോ ഖുഷ് ബാഷ് ഇൻസാൻ थे. ഇൻ പ്രാക്ടിക്കൽ ലൈഫ് അദ്ദേഹം എന്തായിരുന്നു ഒരു വളരെ अच्छे खुश बाश बड़े खुशी से जिंदगी गुजारने वाले इंसान थे. इसीलिए हारी ने उन्हें അതുകൊണ്ട് തന്നെയാണ് ഹാരി അദ്ദേഹത്തെ എന്താണ് ഹയവാനെ സരീഫ് കഹാഹെ ഒരു ഹയവാനെ സരീഫ് എന്നുള്ളത് അതായത് ഫലിതം കാരണം എന്നൊക്കെ പറയുന്ന ഒരു എന്താണ് മൃഗം എന്ന് പറഞ്ഞാൽ അത്രയും എപ്പോഴും അദ്ദേഹം എന്താണ് ഒരു ഫലിതം കാരണമൊക്കെ പറയുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ഉൻകി ഷായരി മേ തൻസു മിസാഹ് കെ ആല നമൂനെ മിൽത്തെ ഹെ. ഉൻകി ഷായരി മേ അദ്ദേഹത്തിന്റെ പോയട്രി നമുക്ക് എന്ത് ചെയ്യാം തൻസു മിസാഹ് കെ ഹ്യൂമർ സാറ്റിയർ ഇതിന്റെ അച്ഛേ നമൂനെ आला नमूने हमें देखते हैं मात्रा കാണാൻ പറ്റും. मिसाल के तौर पर हमको मालूम है जन्नत की हकीकत लेकिन दिल को खुश रखने को गालिब ये ख्याल अच्छा है. അദ്ദേഹം പറയുന്നത് നമുക്ക് മാലൂം ഹെ ഇസ് ജന്നത്ത് की हकीकत लेकिन നമുക്കറിയാം എന്തെന്നാണ് സ്വർഗത്തിന്റെ യാഥാർത്ഥ്യമെന്ന്. സ്വർഗം എന്തെന്നും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്നും എനിക്കറിയാം. ദിൽ को खुश रखने को गालिब ये ख्याल अच्छा है. മനസ്സിനെ സ്വസ്ഥപ്പെടുത്തുന്നതിന് സന്തോഷിപ്പിക്കുന്നതിന് ഈ ഒരു ചിന്ത വളരെ നല്ലതാണ് എന്ന്. അപ്പൊ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്താണ് അദ്ദേഹം ഒരു മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടതില്ല. അദ്ദേഹത്തിന്റെ സാഹിത്യം മാത്രം നമ്മൾ കണ്ടാൽ മതി. അപ്പൊ ഇതിനെ ഈ ഒരു രൂപത്തിൽ ഇതിനെ എന്താണ് ഒരു ഹ്യൂമർ സെൻസിൽ ഇദ്ദേഹം ഇതേ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത് നോക്കാം. गालिब की अजमत में रशीद अहमद सिद्दीकी ने कहा है. रशीद अहमद सिद्दीकी उर्दू के एक मशहूर नक़ाद है. उन्होंने മിർസ ഗാലിബ് की अजमत बयान करते हुए ഗാലിബിന്റെ പ്രത്യേകതകളെ വിശേഷണങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞാണ് അദ്ദേഹം मुझसे अगर कोई पूछा जाए कि हिंदुस्तान को मुगलिया सल्तनत ने क्या दिया. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ മുഗൾ ഭരണം ഇന്ത്യക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ तो मैं बेतकल्लुफ ये 3 नाम लूंगा. ഞാൻ നിഷ്പ്രയാസം 3 പേരുകൾ പറയും. ഗാലിബ്, ഉർദു और താജ്മഹൽ. ഈ 3 പേരുകളായിരിക്കും അത്. कलाम गालिब के कलाम की अहमियत उजागर करते हुए अब्दुर्रहमान बिजनूरी लिखते हैं. ഗാലിബിന്റെ പ്രത്യേകതകളെ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ബിജൂരി പറയാണ്. हिंदुस्तान की इल्हामी किताबें 2 है. एक वेद मुकद्दस और ദീവാനെ ഗാലിബ്. ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങൾ എന്ന് വെച്ചാൽ 2 ആയിട്ടാണ് ഞാൻ പറയാം. എന്നുവെച്ചാൽ ദൈവിക ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് 2 കിതാബുകളാണ് 2 പുസ്തകങ്ങളാണുള്ളത് എന്ന് വെച്ചാൽ 2 ഗ്രന്ഥങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും. അതിൽപ്പെട്ട ഒന്നാണ് വേദ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ വേദങ്ങള്. അതുപോലെ മറ്റൊന്നാണ് ദിവാനെ ഗാലിബ്, ഗാലിബിലെ ദീവാൻ എന്ന് വെച്ചാൽ അത്രയും ഒരു ആളുകളിലേക്ക് സ്വാധീനിക്കുന്ന ഒന്നായിരുന്നു മിർസ ഗാലിബിന്റെ ഗസലുകള്. നമുക്ക് പഠിക്കാനുള്ള ഗസൽ നോക്കാം. दिल ही तो है न संग व खिश्त दर्द से बर न आए क्यों रोएंगे हम 1000 बार कोई हमें सताए क्यों. अबो ये गजल इस शेर में शायर कहता है कि हमारा दिल यानी मेरा दिल कोई ईंट या पत्थर से नहीं बनी है. हमारा दिल संग ना पत्थर खिश्त ना इष्टिക അതുപോലെ കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ ഒന്നും അല്ല ഉണ്ടാക്കിയത്. ദർദ് സെ ബർന ആയേക്കിയോ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ വേദനിക്കാതിരിക്കണം. यानी जब लोग सताएगा और सताएगा दुख पहुंचा देगा जुल्म देगा तब मेरा दिल क्यों नहीं तड़पेगा, मेरा दिल क्यों नहीं भर आएगा. रोएंगे हम 1000 बार कोई हमें सताए क्यों. हम एक बार नहीं 1000 बार रोएंगे क्योंकि इंसान हम न पत्थर और संग और खिश्त से नहीं बनी है मेरा दिल. और कोई हमें सताए क्यों. लोग क्यों हमें सताएंगे और लोग हमें क्यों सताएंगे. हम तो ये जो जुल्म और सितम पहुंचने पर
हमें दुख जरूर होता है। सताने और जुल्म करने के बाद रोना रोकने से बेहतर है कि न सताए। और आशिक कहता है मैंने, अब जुल्म करने के बाद हमसे സബർ नहीं हो सकता. എന്നുവെച്ചാൽ നമ്മളോട് ആക്രമണം ചെയ്തതിനു ശേഷം എന്താണ് പിന്നീട് നമ്മൾ ക്ഷമിക്കുന്ന നടക്കുന്ന കാര്യമില്ല. हम रोएंगे और रोते रहेंगे, एक बार नहीं 1000 बार. हमें क्यों लोग सताए? അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മനസ്സിന്റെ ഈ ഒരു വേദനയാണ്, പ്രയാസങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. देर नहीं, हरम नहीं, दर नहीं, आस्था नहीं, बैठे ही रहे गुजर पे हम, गैर हमें उठाए क्यों. അപ്പൊ ഇവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, പറയണത് ദേർ നഹി ഹറം നഹി, ഇത് ഏതെങ്കിലും എന്താണ് ദേർ എന്ന് പറഞ്ഞാൽ മന്ദിർ, ഈ കൊയ് മന്ദിർ നഹി, ഹറം നഹി കൊയ് മസ്ജിദ് നഹി, ദർ നഹി ആരുടെ വീടിനെ പഠിക്കുകയല്ല, ആസ്ഥാൻ നഹി ആരുടെ ആസ്ഥാനങ്ങളുമല്ല, ബൈട്ടെ ഹെ രഹ് ഗുസർ പെ ഹം, നമ്മൾ എന്ത് ചെയ്യാണ്, രഹ് ഗുസർ പെ रास्ते के सामने, रास्ते पर हम लोग बैठे हैं. हम गैर हमें क्यों उठा दे, गैर हमें उठाए क्यों, എന്തിനാണ് പിന്നെ അന്യർ നമ്മളെ ഈ ഒരു പിടിച്ച് അവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ ഷായർ कहते എന്താണ്, മേ സറേ രാഹ് യാനി रास्ते पर बैठा हूं, कोई बुत खाना या हरम या मस्जिद या किसी के घर के सामने नहीं बैठा हूं. ये जो रास्ता है किसी की जागीर नहीं है. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് ആരുടേതും അല്ല, പ്രോപ്പർട്ടി ഒന്നുമല്ല. हर शख्स इस्तेमाल कर सकता है, हर किसी को इसको इस्तेमाल करने की आजादी है, ആർക്കും ഇത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. और इन सब के बावजूद अगर यहाँ से भी हमें निकाल दे, അതിന് പകരം നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ये कोई अच्छी बात नहीं है. ऐसा क्यों करते हैं लोग എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇങ്ങനെ എന്തിനു നമ്മൾ ഇറക്കി വിടണം എന്ന് ചോദിക്കുകയാണ്. जब वो जमाल दिल फरोज सूरत महर नीम रोज, आप ही हो नजार सोज पर्दे में छुपाए क्यों. ഇദ്ദേഹം ഇവിടെ പറയുന്നത്, जब वो जमाल दिल फरोज, അത്രമാത്രം ദിൽ കോ ഖുഷി ദേനെ വാലി ഖൂബ്സൂരത് ഹോ, സൂറത്ത് മെഹ്റ നീം റോസ്, അതുപോലെയാണ് മെഹ്റ നീം റോസ് എന്നാൽ ഉച്ചയ്ക്കുള്ള സൂര്യനെ പോലെ അത്രയും വളരെ രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ, ആപ്പ് ഹീ ഹോ നസാർ സോസ്, നിങ്ങളാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി, കാണാൻ ശ്രമിക്കേണ്ടിയിരുന്നു. നസാര സോസ്, സോസിഷ് ദേനെ വാലി, ജരൻ ദേനെ വാലി നസാര ഹയ്യെ, പർദ്ദയെ മുഖ ചുപായിക്കും, ആഗ്രഹിച്ചിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ മുഖം കർട്ടനകത്തേക്ക് തുണിക്കകത്ത് ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ ഇതിന്റെ വേർഡ് മീനിങ്, ഷായർ कहते हैं कि मेरा महबूब का हुस्न व जमाल दिलों को खुश करने वाला, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ്. അത് ഏതുപോലെയാണ്, दोपहर के सूरज के मानिंद है, ഉച്ചക്കുള്ള സൂര്യനെ പോലെയാണ്. അഗർ ആപ്നെ ഉസെ ദേഖ്നെ കി സലാഹിയത് ബി ന ഹോ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, ഉസ്കി സലാഹിയത് ന ഹോ, और अपना चेहरा पर्दे पर छुपाते हो,